ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന് മഹത്വം വിവരിക്കുന്ന ഇന്നത്തെ നേസസ് ടൈമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവയെ അതിജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് നാം പലപ്പോഴും വിചാരിക്കാറുണ്ടല്ലേ? എന്നാൽ അവിടെ കർത്താവിൻ്റെ കരം പിടിക്കുമ്പോൾ അവയെല്ലാം നിഷ്പ്രയാസം മറികടക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് അയർലൻഡ് നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നേഴ്സുമാർ തങ്ങളെ വഴി നടത്തിയ കർത്താവിനെ പറ്റി പറയുന്നത് പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അഞ്ജു, അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു. മഞ്ഞപ്ര സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ്. എൻ്റെ പേര് ബിൻസി, ഞാനും അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിലെ കോട്ടുപള്ളി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകാംഗമാണ്. ബിൻസി, നമ്മൾ കുറച്ച് നാളായിട്ട് അറിയുമെങ്കിലും ചെറുപ്പകാലങ്ങളിലൊക്കെ ഈശോയായിട്ടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് ഒന്ന് പങ്കുവെക്കാമോ? ചെറുപ്പകാലം തുടങ്ങി ഈശോയോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും അപ്പച്ചൻ്റെ നിർബന്ധം കൊണ്ടാണ്. അപ്പച്ചൻ ആ ഒരു ശീലത്തിലാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നിരുന്നത്. എല്ലാ ദിവസവും ജപമാല മുടക്കരുത് എന്നുള്ളത് അപ്പച്ചന് നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ദിവ്യബലിയും മുടക്കാൻ പാടില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ കാറ്റിസം മുടങ്ങിയാൽ പോലും വിശുദ്ധ കുർബാന മുടക്കാനായിട്ട് ഒരിക്കലും അപ്പച്ചൻ സമ്മതിക്കായിരുന്നില്ല. അപ്പോൾ ആ ഒരു ശീലം ചെറുപ്പം തുടങ്ങി തന്നെ ഈശോയോടുള്ള സ്നേഹത്തിലൊക്കെ വളരാനായിട്ട് ഉള്ള കൃപ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുർബാനയ്ക്ക് പോകണം എന്നുള്ളത് അതായത് ഞായറാഴ്ചകളിൽ മാത്രം, പിന്നെ വല്ലപ്പോഴൊക്കെ ശനിയാഴ്ചകളിലൊക്കെ കുർബാനയ്ക്ക് പോകും. എന്നാൽ അതൊരു റെഗുലർ ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ ജപമാല വീട്ടിൽ എത്തിക്കാതിരിക്കുന്ന ദിവസങ്ങളായിരുന്നു ഏറ്റവും സന്തോഷം. അല്ലെങ്കിൽ ആ സമയത്ത് TV കാണാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ആ ഒരു ഇതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് വളർന്നു വരുന്തോറും ഈശോയോട് ഒരുപാട് ചേർന്ന് പോകാൻ അങ്ങനെ പറ്റിയിട്ടില്ല. പിന്നെ നേഴ്സിങ്ങിന് വരുമ്പോഴാണ്, നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ നിർബന്ധത്തിൽ മാത്രമായിട്ടാണ് നേഴ്സിംഗ് പഠിക്കാൻ തന്നെ പോയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചി നേഴ്സായിരുന്നു. അതും അപ്പൻ്റെ ആഗ്രഹം. ചേച്ചിക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, ചെറിയൊരു ഇഷ്ടം. അത് അപ്പൻ്റെ ഒരു ഏറ്റവും വലിയ ഇഷ്ടത്തിന് മേലെ വേറെ ഒന്നും ചേച്ചിക്ക് പറയാനുണ്ടായിരുന്നില്ല. അതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം BComനാണ് പോയിരുന്നത്. BCom സ്റ്റോപ്പ് ചെയ്ത് അപ്പൻ്റെ നിർബന്ധം കാരണം അങ്ങനെയാണ് നേഴ്സിങ്ങിന് പോകുന്നത്. നേഴ്സിങ്ങിന് ചെന്ന് പഠിച്ചു തുടങ്ങി. പിന്നെയാണ് എക്സാമിൻ്റെ ടൈമിൽ, അതായത് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. കാരണം അതിന് മുന്നേ ഉള്ള ബാച്ചിലുള്ള ചേച്ചിമാരൊക്കെ ഫെയിലായിട്ടുണ്ട്, 1-2 പേരൊക്കെ ഫെയിലായി. ആ ഫെയിലാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ആ ചേച്ചിമാരെ ആ സമയത്ത് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടി. അപ്പോൾ ആ ഒരു സമയത്ത് ആ എക്സാമിൻ്റെ ഒരു മാസം തുടങ്ങി ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പം അതുവരെ അങ്ങനെ ഇല്ല. അതിന് ജപമാലയിൽ ഭയങ്കര ജപമാല ചൊല്ല്. അങ്ങനെയാണ് ഞാൻ കരുണക്കൊന്ത ചൊല്ലാൻ പഠിക്കുന്നത്. അവിടെ ചെന്നതിന് ശേഷമാണ് കരുണക്കൊന്ത. ഞങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ബസ്സിൽ ഞങ്ങൾക്ക് ചെറു ദൂരം പോകണം. അപ്പോൾ ആ ബസ്സിൽ പോകുമ്പോഴാണ് ഞങ്ങൾ ജപമാല ചൊല്ലുന്നതും. കരുണക്കൊന്തയാണ് മെയിനായിട്ട് തീർച്ചയായിട്ടും പറയാം. കരുണക്കൊന്ത ഭയങ്കര പ്രാർത്ഥനയും നല്ല അതിൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ട് കിട്ടി ഞങ്ങൾക്ക്. അതായത് അത്രയും നാളുണ്ടായിരുന്നതിൽ ഞങ്ങളുടെ ബാച്ച് മാത്രമാണ് എല്ലാവരും ഒറ്റ ഇതിന് പാസ്സായി വന്നത്. അതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അതായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത ഫസ്റ്റത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ബിൻസിക്ക് എങ്ങനെയായിരിക്കും? അഞ്ജു പറഞ്ഞതുപോലെ തന്നെ എനിക്കും അങ്ങനെ നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങി ആ സമയം എന്നെ ഒത്തിരി സ്പർശിച്ച സമയങ്ങളൊക്കെ തന്നെയാണ്. കാരണം ഒത്തിരി പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി തന്ന ഒരു സമയമായിരുന്നു എൻ്റെ നഴ്സിംഗ് പഠനകാലം. വീട്ടിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ പോലും നഴ്സിംഗിലേക്ക് വന്ന സമയത്ത് ഞാൻ പഠിച്ചത് സിസ്റ്റേഴ്സിൻ്റെ നഴ്സിംഗ് സ്കൂളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിർബന്ധമായിരുന്നു എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഒക്കെ പങ്കെടുക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് മടിയായിട്ട് പോവാതെയൊക്കെ ഇരിക്കാനായിട്ട് ശ്രമിച്ചാലും അവർ സിസ്റ്റേഴ്സ് സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ശീലമായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകാനും അതേപോലെ ഓൾട്ടറായിട്ട് പ്രവർത്തിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു.
ഈശോയോട് കൂടുതൽ അടുക്കാനും ഈ പറഞ്ഞ കൂട്ട് എക്സാം ടൈം അതെല്ലാവരെയും സംബന്ധിച്ച് ഒത്തിരി ക്രൂഷ്യലായിട്ടുള്ള സമയം തന്നെയായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങളുടെ ചാപ്പലിൽ എന്നും സ്തുതികളും ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ ഒത്തിരി മുഴങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ സിസ്റ്റേഴ്സ് പറയും അവർ എക്സാം ആകുമ്പോഴേക്കും എല്ലാവരും ഒത്തിരി നന്നായിട്ട് പ്രാർത്ഥനകളോടെ നിറഞ്ഞു പൊന്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തിയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ബാച്ചിലും ഞങ്ങളിൽ ചിലവരൊക്കെ ഇങ്ങനെ പഠിക്കാനായിട്ട് ഞങ്ങൾ മടിയൊക്കെ കാണിച്ച് മാറിയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഈശോയുടെ കൃപയാൽ ഞങ്ങൾ ആരും ഒറ്റ ഇയറിൽ പോലും ഫെയിൽ ആവാതെ ഫുൾ പാസ്വേഡ് ആവാനായിട്ടുള്ള കൃപയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈശോ കൂടുതലായിട്ട് ഒരുക്കിയ സമയങ്ങളായിരുന്നു. എനിക്കാണെങ്കിലും ബൈബിളും ഒക്കെ വായിക്കാനായിട്ട് ഉള്ള അവസരങ്ങൾ ഒക്കെ വന്നത് ആ സമയത്തൊക്കെയായിരുന്നു. അവിടെയുള്ള വിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ റീഡിങ് വായിക്കാനൊക്കെ ഉള്ള കൃപ ഈശോ ആ സമയത്ത് തന്നായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഈശോ നമ്മൾ അറിയാതെ തന്നെ ഒരുക്കി കൊണ്ടിരുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എൻ്റെ നേഴ്സിംഗ് പഠനകാലത്ത് വന്നതും ഈശോയോട് കൂടുതൽ ചെല്ലാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ടായതും ഈ സമയത്തൊക്കെ ആയിരുന്നു. ഓക്കെ. പിന്നെ കൂടുതലായിട്ട് ഈശോയെ അറിയാനും സ്നേഹിക്കാനും തുടങ്ങിയത് ഏതൊരു നിമിഷം തൊട്ടായിരുന്നു? എപ്പോഴും ഈശോ കൂടെ ഉണ്ടെങ്കിൽ പോലും ഒരു വലിയൊരു ബോധ്യമൊന്നും നമുക്ക് ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ ആ സമയത്തൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ വിവാഹം കഴിഞ്ഞായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ എനിക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഉള്ള ഒരു സമയമായിരുന്നു. എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ അപ്പച്ചന് അത്യാവശ്യം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഒരു ഫ്രീഡം ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഏട്ടന് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടീവാണ്. പിന്നെ അമ്മച്ചിയാണെങ്കിൽ ഏട്ടൻ്റെ ഇല്ല, അപ്പച്ചൻ മാത്രമേ ഉള്ളൂ, പ്രായമായതായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. ആരും നമ്മളോട് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനൊന്നും ഇല്ല. ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു കുറച്ച് നാളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് കുഞ്ഞ് പിറന്നു. അവന് ഒരു 3 വയസ്സൊക്കെ ആയ സമയത്ത് അതെനിക്ക് പറയാനുള്ളത്, ഞാൻ ഈശോയിൽ നിന്നൊക്കെ അകന്നു പോയ സമയമാണെങ്കിൽ പോലും മാതാവ് എന്നെ ഒത്തിരി ചേർത്ത് പിടിച്ച സമയമായിരുന്നു എന്ന് എനിക്ക് എൻ്റെ കുഞ്ഞിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അത് ആ സമയത്തൊക്കെ ആണെങ്കിൽ പോലും എനിക്കത് അത്ര ഒരു ബോധ്യമായിരുന്നില്ല. പിന്നീടാണ് എനിക്കത് മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ അവന് 3 വയസ്സുള്ള സമയത്ത് അവനൊന്ന് കിണറ്റിൽ വീണായിരുന്നു. കിണറ്റിൽ വീണോ? അത് എങ്ങനെയാന്ന് വെച്ചാൽ അവൻ അടുത്ത വീട്ടിലെ കുട്ടികളുടെ കൂടെ കളിക്കുമായിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഉള്ള കിണർ അധികം പൊക്കമില്ലാത്ത ഒരു കിണറാ. അപ്പോൾ അവിടെ തടിയൊക്കെയും കൂട്ടിയൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അവർ ഒളിച്ച് കളിച്ചപ്പോൾ ഇവൻ അതിൻ്റെ മുകളിൽ കൂടെ കയറി വീണ് പോയതാ. അപ്പം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് കാരണം വീട്ടിലുണ്ടായിരുന്നു. കുറച്ച് ജസ്റ്റ് ഒരു അപ്പുറത്തെ മതലിൻ്റെ അത്രയും ഡിഫറൻസേ ഉള്ളൂ. അപ്പം ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും കുറച്ച് നേരമായി ഇപ്പോൾ വിളിച്ചിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വേഗം എനിക്ക് പോകാൻ വേണ്ടി നേരമായ കാരണം വേഗം റെഡി ആയിട്ട് ഞാൻ നിൽക്കുമ്പോഴേക്കും പുറത്ത് എനിക്ക് കോളിംഗ് ബെൽ അടിക്കണേ കേട്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞ് തല തുടങ്ങി താഴെ വരെ ചെളിയും മണ്ണൊക്കെ ആയിട്ട് നിൽക്കണതായിട്ട് അടുത്ത വീട്ടിൽ ചേച്ചി കൊണ്ടുവന്ന് നിർത്തിയേക്കണതായിട്ടാണ് ഞാൻ കാണണ്ടേ. അപ്പോൾ എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിയാ പറഞ്ഞേ, എന്നോട് പറഞ്ഞു നീ പേടിക്കണ്ട, അവന് കുഴപ്പമൊന്നുമില്ല, അവൻ കിണറ്റിലൊന്ന് കളിച്ചപ്പോൾ വീണു, അവർ ഒളിച്ച് കളിച്ചത് കൊണ്ട് പിള്ളേരും കണ്ടില്ല. അപ്പോൾ അവരുടെ ബാക്ക് സൈഡിലാണ് കിണറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിനെ കല്യാണം കഴിഞ്ഞ് പോയ ചേച്ചി അന്ന് അവിടെ വീട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു വിളി പോലെ ചേച്ചിക്ക് തോന്നിയിട്ട് ചേച്ചി ഒന്ന് ബാക്കിലേക്ക് നോക്കിയപ്പോൾ കുഞ്ഞ് വിളിക്കണായിട്ടാണ് ചേച്ചി കാണുന്നത്. ചേച്ചിയും പറഞ്ഞു ചേച്ചിക്ക് എങ്ങനെയാ അതിനുള്ള ഒരു ധൈര്യം കിട്ടിയെന്നൊന്നും അറിയത്തില്ല, ചേച്ചി കുഞ്ഞിനെ പൊക്കിയെടുത്തു എന്നാ പറഞ്ഞേ. അപ്പോൾ അത്യാവശ്യം നല്ല ആഴമുള്ള കിണറാ, അധികം വീതിയൊന്നും ഇല്ലാത്ത കിണറൊക്കെയാ, ചെളിയും മണ്ണും ഒക്കെ ഉണ്ട്. എന്തായാലും എൻ്റെ കുഞ്ഞ് ഫുള്ളായിട്ട് അതിനകത്ത് മുങ്ങിപ്പോയിട്ടുണ്ട്. കാരണം അവൻ്റെ തലവരെയും ചെളിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി കുറേയൊക്കെ കഴുകിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. എങ്കിൽ പോലും അത് ഫുള്ളായിട്ടിരിക്കണായിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ അവനെ കാണുന്നത്. അപ്പം തന്നെ എനിക്കൊത്തിരി, ഞാൻ ആകെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ഏട്ടനാരും വീട്ടിലുണ്ടായില്ല. അന്ന് ഏട്ടൻ്റെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാന സ്വീകരണമായിരുന്നു. അപ്പം എല്ലാവരും അവിടെ പോയിട്ട് എനിക്ക് ഡ്യൂട്ടി ഉള്ളത് കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം വീട്ടിലേക്ക് പോകുന്നതായിരുന്നു. അപ്പം ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കാൻ വിചാരിച്ച് പോന്നിട്ട് അങ്ങനെ ഇരുന്ന സമയത്താണ് അവൻ അവരുടെ കൂടെ കളിക്കാനും ഒക്കെയും പോയത്. അത് കഴിഞ്ഞ് അത് എന്നെ സംബന്ധിച്ച് എന്നെ മാതാവ് എന്നെ ചേർത്ത് നിർത്തിയ സമയമാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും മാതാവ് പൊക്കി പിടിക്കാതെ അവൻ ആ കിണറ്റിൽ നിന്ന് പൊന്തി നിന്ന് ചേച്ചിനെ വിളിക്കാനോ ആ ചേച്ചി ആ വിളി കേൾക്കാനോ ഒന്നും ആ സമയത്ത് യാതൊരു ചാൻസും ഇല്ല. അപ്പൊ
അത് എന്നെ സംബന്ധിച്ച് അത് ആ സമയത്തൊന്നും എനിക്ക് അത്രയ്ക്ക് ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. മാതാവ് സംരക്ഷിച്ചതാണെന്ന് എനിക്കറിയാമെങ്കിൽ പോലും അത് എത്രമാത്രം അവനെ കാത്തു പരിപാലിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ബോധ്യം അത് പറഞ്ഞുകൊണ്ട് എനിക്ക് കരച്ചിലൊക്കെയും വരും. അപ്പം അത് പിന്നീട് അവരുടെ ജീവിതത്തിലാണെങ്കിലും അവർ ഈശോയെ അറിഞ്ഞും പ്രാർത്ഥിച്ചൊക്കെ വളരുന്നുണ്ട്. എങ്കിലും പിള്ളേരുടേതായിട്ടുള്ള കുറുമ്പും വാശികളൊക്കെ ഉണ്ടെങ്കിലും നമുക്കപ്പോൾ ഒരു ഇതാണ് ഈശോയെ അവരോട് ചേർന്ന് നിന്നാണോ അവർ വരുന്നേന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പം ആ സമയത്ത് നമുക്ക് ഓരോ ബോധ്യങ്ങളൊക്കെ ഈശോ തരുന്നുണ്ട്, കാവൽമാലാകന്മാർ അവരെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊക്കെ ഒരു ബോധ്യത്തിലേക്കും വിശ്വാസത്തിലേക്കും കൊണ്ടുവരുന്നുണ്ട്. ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലും. വിവാഹത്തിന് ശേഷം വിവാഹം വരെ പള്ളിയിൽ പോകും എന്നല്ലാതെ പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയിൽ ഇത്രയും ചൈതന്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണെന്നൊന്നും ഒരിക്കലും എനിക്ക് അറിയില്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ സിനിമയ്ക്ക് പോയി അവിടെ പോയി ഇരുന്ന് ഷോ കാണുമ്പോൾ നമ്മൾ അതിലും കൂടുതൽ ഇമ്പ്രസ് ആയിട്ടായിരിക്കും കഴിഞ്ഞു വരും. പക്ഷേ കുർബാനയ്ക്ക് പോയി മടിയോടുകൂടെ കുർബാനയ്ക്ക് പോയി തിരിച്ചു വരുന്ന ഒരാളായിരുന്നു. കുർബാനയ്ക്ക് പോകണമല്ലോ, അതുപോലെ ഒരു മടിയായിരുന്നു. പലപ്പോഴും കുർബാനയൊക്കെ മിസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ വിവാഹത്തിന് മുന്നോടിയായിട്ട് ഈശോ തന്നെ ഒരുക്കിയെന്ന് പറയാം. ആ ഒരു ക്രിസ്മസ് സമയം എൻ്റെ ഒരു എന്താ പറയുക, കർത്താവ് പറഞ്ഞൊരുക്കിയ പോലെ തന്നെ എനിക്ക് ആ ഒരു 25 നോമ്പ്, നമ്മളൊക്കെ നാട്ടിലെ 25 നോമ്പ് പറഞ്ഞു കേട്ടെടുക്കുന്ന കേട്ടോ. അതിന് അത്രയും വലിയ ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. 25 നോമ്പ് കൃത്യമായി വെളുപ്പിനെ കാലത്ത് പോയി, ഞാൻ ഹൈദരാബാദിൽ ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാലത്ത് കുളിച്ചിട്ട്, നല്ല തണുപ്പാണ് ആ സമയത്ത്, കുളിച്ചു പോകുന്നത് മറ്റുള്ളവർക്ക് എത്രത്തോളം എന്താണെന്നറിയില്ല. പക്ഷെ ആ ഒരു തണുപ്പത്ത് അത്രയും ബുദ്ധിമുട്ടില് എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു, കാലത്ത് എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് 25 ദിവസവും നോമ്പ് എടുത്ത് വിശുദ്ധ കുർബാനയ്ക്ക് പോയി. പിന്നെ ഒരു മെയ് മാസത്തിലായിരുന്നു കല്യാണം. അപ്പം പിന്നീടാണ് എനിക്കിതൊക്കെ ഇങ്ങനെ വെളിവാക്കി തരുന്നത്. അന്നെടുത്ത ആ ഒരു നോമ്പിൻ്റെയും ആ എടുത്ത ഉപവാസത്തിൻ്റെ ഒക്കെ കൃപ എനിക്ക് എൻ്റെ ഭർത്താവിലൂടെ, ഒരു നല്ല ഭർത്താവിനെ തന്നെ നൽകി. അതിനുശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. കുഞ്ഞിലൂടെയാണ് ഞാൻ ഈശോയിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് അടുക്കുന്നത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞ് അവൻ്റെ കഴുത്തിനൊരു ചെരിവുണ്ടായിരുന്നു. പിന്നെ ആ ചെരിവ് കാരണം അവന് കണ്ണിനൊരു ചെറിയ സ്കിന്നൊക്കെ വരാൻ തുടങ്ങി. ആദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എൻ്റെ ഒരു കസിൻ പറഞ്ഞാണ് കാരണം നമ്മളെന്നും കുഞ്ഞിനെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നുന്നില്ല. കസിൻ പറഞ്ഞാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. കുഞ്ഞിനിങ്ങനെ സ്കിൻ ഉണ്ട്. പിന്നെ കഴുത്ത് ചെരിവ് ആദ്യം ജനിച്ചപ്പോൾ ഞങ്ങളുടെ ഫോർസെപ്സ് ഡെലിവറി ആയിരുന്നു എൻ്റെ. അപ്പം അതിൻ്റേതായിട്ട് പയ്യെ മാറും എന്നുള്ളതിൽ. പക്ഷെ അവൻ വളർന്നു വരുന്തോറും അവൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പിന്നെ അവൻ്റെ വളർച്ച ഇത്തിരി സ്ലോ ആയിരുന്നു. അപ്പോൾ ഇവൻ്റെ കണ്ണിന് സുഖമില്ലാന്ന് കണ്ട ആ നിമിഷം തുടങ്ങി ഇതറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പെയിനായിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. അന്ന് ഞാൻ മുട്ടുകുത്താൻ തുടങ്ങിയതാ. പിന്നെ എനിക്ക് ജപമാല മുടക്കാൻ ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ അതിന് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് പോകും, എന്നാലും അത്രയ്ക്ക് തീവ്രമായി തുടങ്ങിയില്ല. ജപമാല ഇപ്പം വീട്ടിൽ ചൊല്ലുന്നില്ലെങ്കിലും ഞാൻ അത് സ്വന്തമായിട്ടാണെങ്കിലും ഞാൻ ജപമാല ചൊല്ലും. കുഞ്ഞിനെയും ചെറുതായിട്ട് ജപമാലയൊക്കെ ചൊല്ലാനൊക്കെ പഠിപ്പിച്ചു. ഞാൻ ചൊല്ലുമ്പോൾ അവനെ കൊണ്ട് ഒരു സ്വർഗസ്നായി നന്മ നിറഞ്ഞവരെയൊക്കെ ചൊല്ലിക്കും. പിന്നെ അവനിങ്ങനെ കണ്ടിന്യൂസ് എവറി വീക്ക് ഇങ്ങനെ ഫുഡ് അലർജീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് തിന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് അലർജിയാണെന്ന് നമുക്കിങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് കിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെ കഴിച്ചാലും ചില സമയത്ത് എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ, മറ്റു പിള്ളേർ ചോക്ലേറ്റ് തിന്നുന്നത് കാണുമ്പോൾ ഞാൻ അവൻ്റെ വായിൽ നിന്ന് എടുത്ത് കളയരുത്. കാരണം ചോക്ലേറ്റ് തിന്നാൽ പിന്നെ ഈവനിങ്ങിന് അവന് പനി, കോൾഡ് ഭയങ്കര ഇതാണ്. 103, 104 ടെമ്പറേച്ചർ പോകും. പിന്നെ രാത്രി അവനാണ് കഷ്ടപ്പാട്. നമ്മൾ എഴുന്നേറ്റിരിക്കുന്നെങ്കിലും അവന് ബുദ്ധിമുട്ട്. കാരണം രാത്രി ചൂടുവെള്ളത്തിൽ അവനെ ഇറക്കിയിരുത്തണം. ചെറിയ ചൂടുവെള്ളത്തിൽ ഇറക്കിയിരുത്തും. അവൻ ഉറങ്ങുന്നില്ല, ഞങ്ങൾ ഉറങ്ങുന്നില്ല. അങ്ങനെ കുറേ നാൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡ് ആ സമയത്ത് പുറത്തായിരുന്നു. അങ്ങനെ ഒരുപാട് സഹനങ്ങളിലൂടെ നയിച്ചു. ആ ഓരോ സഹനങ്ങളും എനിക്ക് ഈശോയിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരേ സമയങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവനൊരു 2.5 വയസ്സിൽ അവനൊരു സർജറി കഴിഞ്ഞു. അപ്പോൾ ആ സർജറിയുടെ സമയത്ത് ഞാൻ ശരിക്കും ഞാൻ തന്നെ എന്താ പറയുക, ഈശോയിലേക്ക് ചേർന്ന് നിൽക്കായിരുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മൊമെൻറ്റിൽ നമ്മൾ ആ കുഞ്ഞിനെ തിയേറ്ററിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു, നമ്മളൊരിക്കലും വിചാരിക്കുന്നില്ല അങ്ങനെ ഒരു മൊമെൻറ്റ് നമുക്ക് ഉണ്ടാവുമെന്ന്. അങ്ങനെ ഒരു ഇതിലൂടെ കടന്നുപോയി. അങ്ങനെ ഈശോ ഒരുപാട് ഞങ്ങളുടെ കുടുംബത്തെയും, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖത്തിലൂടെയാണ് ഞാൻ ഈശോയിലേക്ക് വന്നത്. ഒരുപാട് അവനാണ് ഒരുപാട് സഹിച്ചത്. അവൻ്റെ സഹനമാണ് എന്നെ സഹായിച്ചത്.
അഞ്ജു, അത് നമ്മൾ സഹനങ്ങളിലൂടെ കൂടുതൽ കടന്നു പോകുമ്പോൾ നമ്മൾ ഈശോയെ കൂടുതൽ ആഴത്തിൽ അറിയുക. അപ്പൊ ഈശോയുടെ സ്നേഹം കരുതലും മനസ്സിലാക്കുന്ന സമയങ്ങളാ. തീർച്ചയായിട്ടും നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എന്ന ഈശോയുടെ വചനം തന്നെ നിന്റെ ജീവിതത്തിൽ അനുവർത്തായിട്ട് കാണിക്കുമായിരുന്നു അത്. അതെ. പിന്നീട് ഞാൻ മാൾട്ടയിലേക്ക് പോയി. മാൾട്ടയിൽ ചെന്നിട്ട് ആദ്യത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ജപമാല ഞാൻ കണ്ടിന്യൂ ചെയ്യായിരുന്നു. എന്നാലും സാധാരണ ഒരാൾ ചൊല്ലുന്ന പോലെ ജപമാല ചൊല്ലാൻ തുടങ്ങി. പിന്നെ പയ്യെയാണ് മിനിസ്ട്രിയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ അങ്ങനെ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഈവനിങ്ങിൽ ഒരു ബ്രദർ വന്നിട്ട് പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ട്, ആ മിനിസ്ട്രിയിൽ ജപമാല വൈകുന്നേരം നടത്തുന്നുണ്ട്, സൂം കൂട്ടായ്മയാണ്. അപ്പം ആ മിനിസ്ട്രിയിൽ ജപമാല സ്റ്റാർട്ട് അന്നത്തെ ഈവനിങ്ങിൽ ജപമാലയ്ക്ക് വരുമെന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത്. ജപമാലയ്ക്ക് ആ ഒരു വിളി ദൈവവിളിയായിട്ട് എന്നോണം എനിക്ക് അനുഭവപ്പെട്ട് അന്ന് ജപമാല തീക്ഷ്ണമായിട്ട് ചൊല്ലാൻ തുടങ്ങി. മറ്റുള്ളവർ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ജപമാല ചൊല്ലാനായിട്ട് തോന്നാറ്. വളരെ ചിലർ വളരെ തീക്ഷ്ണമായി അല്ലെങ്കിൽ വളരെ ക്യാഷ്വലായിട്ട് ഇങ്ങനെ ചൊല്ലി തീർക്കും. അവിടെ വന്നതിന് ശേഷം ജപമാല എന്താണെന്നും വിശുദ്ധ കുർബാന എന്താണെന്നും ഞങ്ങൾക്ക് ഓരോ ടോക്കിലൂടെയും അല്ലെങ്കിൽ വീക്കിലി വേർഡ്സ് ഓഫ് ഗോഡ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ കിട്ടി. ശരിക്കും നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും വളരെ വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശുദ്ധ കുർബാന ഒരു അനുഭവമായിട്ട് മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിനോയ് മുളവരിക്കൽ അച്ഛനില്ലേ, ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് പറഞ്ഞു വിശുദ്ധ കുർബാനയുണ്ട് അവിടെ, വൈകുന്നേരം 7:30-8 മണിക്കാണ് വിശുദ്ധ കുർബാന. ഇന്ന് അച്ഛൻ്റെ കുർബാനയുണ്ട് വായു എന്നും പറഞ്ഞിട്ട് വിളിച്ചു. അന്നത്തെ ആ ഒരു കുർബാന എന്നെ സത്യം പറഞ്ഞ കുർബാനയുടെ തുടക്കം തുടങ്ങി വളരെ അധികം എൻ്റെ കണ്ണീരിങ്ങനെ ഒഴുകൊണ്ട് ഇന്നേ വരെ ഒരു കുർബാന കൂടിയിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം കണ്ണീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകായിരുന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ. അന്ന് വൈകുന്നേരം നമ്മളിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കുർബാനയും കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മണിക്കൊക്കെയാണ് വീട്ടിലെത്തുക. ഞാനുണ്ടായിരുന്നു ആ സമയത്ത് കുർബാനയ്ക്ക്. പക്ഷെ ആ സമയത്ത് നമ്മൾ അധികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കണ്ടിന്യൂസ് 3 ദിവസം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ 3 ദിവസം എനിക്ക് വളരെ തീക്ഷ്ണമായിട്ട് കുർബാനയിൽ പങ്കുകൊള്ളാൻ തുടങ്ങി. അപ്പം ആ അച്ഛന് മാതാവിനോടുള്ള ആ ഒരു സ്നേഹം മുഴുവൻ ആ കുർബാനയിലേക്ക് നമുക്കും കൂടി പകർന്നു തന്നിട്ടാണ് ആ ഒരു കുർബാന അർപ്പിക്കപ്പെടുന്നത്. അപ്പം വളരെയധികം അനുഭവം തന്നൊരു കുർബാനയായിരുന്നു. അന്ന് തുടങ്ങി ഞാൻ വിശുദ്ധ കുർബാനയും തീക്ഷ്ണമായിട്ട് വിശുദ്ധ കുർബാനയെ കുറിച്ച് കൂടുതൽ അറിയാനും, സക്രാരിയിൽ അതേ കാൽവരിയിൽ നടക്കുന്ന അതേ ത്യാഗം തന്നെയാണ്, ആ യാഗം തന്നെയാണ് ഈ സക്രാരിയിൽ നടക്കുന്നതെന്നുള്ളൊരു അനുഭവം ഈശോ പലരിലൂടെ ആയിട്ടും പ്രത്യേകിച്ച് ഈ വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് പകർന്നു തന്ന് ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയായിരുന്നു. ഈശോയ്ക്ക് നന്ദി. എനിക്കും ഇതുപോലെ തന്നെ മാൾട്ടയിലായിരിക്കും എന്നെ ഈശോ ഒത്തിരി സ്പർശിച്ച സമയങ്ങളായിരുന്നു. നേഴ്സസ് മിനിസ്ട്രിയിൽ ചേച്ചിമാരെ എന്നെ വിളിച്ചപ്പോഴാണെങ്കിലും ആദ്യമൊക്കെ ഇത് എന്താണാവോ ഇങ്ങനത്തെ കൂട്ടായ്മയെ കുറിച്ചൊന്നും അങ്ങനെ അധികം കേട്ട് പരിചയമില്ല. നാട്ടിൽ ഷാലോൺ TV ഒരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ചേച്ചിമാർ വിളിച്ചു, ഇങ്ങനെ പ്രെയർ ചൊല്ലാനാണ്. അവരാദ്യം വിളിച്ചിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇൻ്റർസെഷൻ പ്രെയർ ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെ ഏൽപ്പിച്ചതും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞത് ഓക്കെ പ്രാർത്ഥിക്കാനല്ലേ, ഞാൻ ചെയ്യാം, എനിക്ക് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അപ്പോൾ ഞാൻ ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വന്നു. പക്ഷെ വീക്ക്ലി പ്രെയറിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറയുമ്പോൾ അത് ഓക്കെ കൂടാം, ആ ഒരു രീതി മാത്രമാണ് എനിക്ക് ആദ്യം ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് പിന്നീട് ആ സമയത്ത് കിട്ടിയ ഒരു വലിയ വിടുതലായിരുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വിളിച്ചൊക്കെ കഴിയുമ്പോഴേക്കും ഒത്തിരി സമയം ഇതൊക്കെ ഇതാവല്ലേ. അപ്പൊ ഒന്ന് ഡ്യൂട്ടിത്തെ ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ, അപ്പൊ എന്തെങ്കിലും കോമഡി പ്രോഗ്രാം അതൊക്കെ കാണലായിരുന്നു എൻ്റെ ഒരു മെയിൻ ഹോബി ആയിട്ടുള്ളത്. അത് കണ്ട് ഞാൻ ഒത്തിരി ചിരിക്കും. ആ ഒരു രീതിയിലേക്കാണ് എൻ്റെ ഹാബിറ്റ് ആ സമയത്തൊക്കെയും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈശോ എന്നെ കൂടുതലായിട്ട് ചേച്ചിമാരൊക്കെ വന്ന് ബ്രദേഴ്സൊക്കെ വന്നു വരുന്ന നമുക്ക് ടോക്കുകൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായിരുന്നു. അപ്പൊ അതൊക്കെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനും ബൈബിളിലെ വാക്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വായിക്കാനും ആ ഒരു രീതിയിലേക്കൊക്കെ പേഴ്സണൽ പ്രെയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു കൃപ ആ സമയത്ത് ഈശോ തന്നായിരുന്നു. അപ്പൊ അതിലൂടെയൊക്കെ ഞാൻ എന്നെ തന്നെ ഒരുക്കിക്കൊണ്ടിരുന്ന സമയത്ത് പറയുമ്പോൾ എന്നെ സ്പർശിച്ച ഒരു വചനം, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ലൂക്ക 2:52. അത് ചെറുപ്പം മുതലേ എൻ്റെ ചെവിയിലൂടെ കടന്നു പോകുന്ന ഒരു വചന. ഒരിക്കൽ ഇങ്ങനെ വേദപാഠത്തിന്റെ സമയത്ത് എല്ലാവരോടും ഓരോ വചനം പഠിച്ചിട്ട് വന്നിട്ട് പറയാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളായിരുന്നില്ല കേട്ടോ, നേരെ വിപരീത ചെയ്യുള്ളൂ. അപ്പോൾ ഒരു കുട്ടി ഇത് പറയുന്ന കേട്ടു. അന്ന് ഞാൻ കേട്ടതാണ്. ഇന്ന് വരെ എനിക്ക് ഇതിലേക്ക് വരുമ്പോൾ അറിയാവുന്ന ആകെ ഒരു വചനമായിരുന്നു ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇത് ഓർമ്മിപ്പിക്കാൻ തുടങ്ങും. ചില കാര്യങ്ങൾ നോ പറയാൻ വരുമേ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്.
ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും കാതിൽ ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മിനിസ്ട്രിയുടെ പ്രയറുകൾ, വീക്ക്ലി പ്രയറുകളൊക്കെ കൂടി വന്നപ്പോൾ ഈശോ നമ്മളെ കൂടുതൽ സ്പർശിച്ച സമയങ്ങളായിരുന്നു ബ്രദേഴ്സിലൂടെയൊക്കെ. തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് അങ്ങനെ എനിക്ക് ഉണ്ടായ ആ ഒരു വലിയ ഹാബിറ്റ്, അതൊരു ബാഡ് ഹാബിറ്റ് ആയിട്ട് എനിക്കൊന്നും ആ നേരത്ത് ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ അത് ഈശോ എന്നോട് ഇങ്ങനെ പറയുന്നത് പോലെ ഉള്ള ഒരു തോന്നലായിരുന്നു. ഞാൻ നിനക്ക് തന്ന സമയം നീ എനിക്ക് വേണ്ടിയിട്ട് എന്തോരം 24 മണിക്കൂറിൽ നീ എനിക്ക് വേണ്ടി എത്ര സമയം മാറ്റി വെക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എന്നെ ആ സമയം കൊണ്ടുവരായിരുന്നു. അപ്പോൾ പരമാവധി അങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഓക്കെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പൊ അങ്ങനെയുള്ള അച്ഛന്മാരുടെ യൂട്യൂബ്, ഇപ്പോഴത്തെ ജനറേഷനും അങ്ങനെയാണ്. അപ്പൊ യൂട്യൂബ് ടോക്കുകളൊക്കെ കൂടാനും അങ്ങനെ വചനം ബൈബിൾ സ്റ്റഡി വായിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടൊക്കെ പോകാനും ബൈബിളിനെ കൂടുതൽ ആഴത്തിൽ അറിയണം എന്നുള്ള ഒരു ബോധ്യമൊക്കെ കിട്ടാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് കിട്ടിയ ഒരു അനുഗ്രഹമായിരുന്നു. ഇതുവരെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഈശോ ജന്മം നൽകി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും ബൈബിൾ ഫുൾ ആയിട്ട് വായിക്കണം എന്നുള്ള ഒരു ചിന്തയൊന്നും എൻ്റെ ഉള്ളിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ബൈബിൾ വായിക്കാനുള്ള ഒരു കൃപ കിട്ടി. അങ്ങനെ വായിച്ചു തുടങ്ങി. അതിപ്പോ ഞാൻ നിർത്താതെ കണ്ടിന്യൂഡ് ചെയ്ത് പോവാനുള്ള ഒരു കൃപ കൂടെ ഈ സമയത്തൊക്കെ നന്ദി പറയാണ് ഈശോയോട്. പിന്നെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ വേറൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു. അപ്പം ഞാൻ ചെയ്ത ഒരു കുറ്റമല്ല എന്നാണെങ്കിൽ ആരെങ്കിലും എന്നോട് അതെന്താ അങ്ങനെ ചോദിച്ചാൽ ഞാൻ തിരിച്ച് അവരോട് റേസ് ചെയ്യും. ആ ഒരു നേച്ചർ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ ആ പ്രൊഫഷണൽ ലൈഫിൽ അതൊരു വലിയ ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളോട് കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോടൊക്കെ ആണെങ്കിൽ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങനെ അതൊരു വല്ലാതൊരു ബാഡ് ഹാബിറ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. പ്രേയറിന്റെ ഒക്കെ സമയത്ത് ബ്രദറിലൂടെ ഒരു അരുളപ്പാട് ഈശോ കൊടുത്തതാണ്. ഇങ്ങനെ ക്ഷമിക്കാനുള്ള, കേട്ടിരിക്കാനുള്ള ഒരു കൃപ ഈശോ നിനക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ആ ഒരു കൃപ എനിക്ക് കിട്ടിയ പിന്നെ എനിക്ക് അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടാണെങ്കിലും എൻ്റെ അവിടെ ജോലി അല്ലാതെ ഞാൻ നോക്കുന്ന രോഗികളോടാണെങ്കിലും ഒക്കെ ആ രീതിയിൽ പെരുമാറാനായിട്ടുള്ള ഒരു കൃപ ഈശോ തരുമായിരുന്നു. ചില റെസിഡൻസ് ഒക്കെ നമുക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്തവരൊക്കെയാ. അവരും നമ്മളെ എന്തോരം ചെയ്താലും അവർക്കൊരു നമുക്ക് തൃപ്തി വരാത്ത ഒരു രീതിയിലൊക്കെ പ്രഡിക്ഷനിലായിരിക്കും പേഷ്യൻസിന്റെ അടുത്തേക്ക് ജോലി തീർത്തിട്ട് പോരാം. ആ ഒരു രീതിയായിരുന്നു. ഒന്നില്ലെങ്കിൽ നമ്മൾ പോയി അവരുടെ അടുത്ത് ചൂടാവുക അല്ലെങ്കിൽ കരയുക, ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു. ഞാൻ പെട്ടെന്ന് കരച്ചിലൊക്കെ വരും. അപ്പൊ ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങനെ ഈശോയ്ക്ക് ഇപ്പൊ ആദ്യം നിന്നൊക്കെ മാറ്റം വന്നു. എൻ്റെ മാറ്റം എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും പേഴ്സണൽ പ്രെയറും കാര്യങ്ങളൊക്കെ ചെയ്യാനും. അതുപോലെ തന്നെ മാൾട്ടയിലായിരുന്നു ഇപ്പോൾ കിട്ടിയൊരു വലിയ ആയുധം തന്നെയാണ് ജപമാല മുടങ്ങാതെ ചൊല്ലുക എന്നുള്ളത്. അത് നമ്മുടെ സും കൂട്ടായ്മയിലൂടെ ഒരുമിച്ച് ചൊല്ലാനുള്ള കൃപ കൂടെ ഈശോ തന്നു. ജപമാല എന്ന് കേൾക്കുമ്പോൾ നോ എന്ന് പറയാം. അതായത് ജപമാല ചൊല്ലാൻ വിളിക്കും അല്ലെങ്കിൽ കുർബാനയുടെ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ നോ എന്ന് പറയരുതെന്ന് ആരോ ഇരുന്ന് പറയുന്ന പോലെ. അത് പിന്നെ എനിക്കൊരു നോ പറയാൻ തോന്നിയിട്ടില്ല ഒരിക്കലും. തീർച്ചയായിട്ടും മാതാവ് നമ്മുടെ കൂടെ, അതൊരു ആയുധമായിട്ട് തന്നെ. എന്നെ സംബന്ധിച്ച് എപ്പോഴും ഞാനൊരു ജപമാല കയ്യിൽ കൊണ്ടു നടക്കുന്നതാണ്. ഒരു വലിയ മുത്തുള്ള ജപമാലയാണ് അത്. അപ്പൊ കളിയാക്കലൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്, എന്തിനാ നീ അതൊക്കെ എപ്പോഴും കയ്യിലിട്ടോണ്ട് നടക്കുന്നതൊക്കെ പോകുമ്പോ എങ്ങനെയാ അവര് റെസ്പോണ്ട് ചെയ്യാറ്? രോഗികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ ഈ പറഞ്ഞോട്ടെ എനിക്ക് അവരോട് അത്ര നന്നായിട്ട് ജോലിക്ക് അവരോട് ആ ക്ഷമയൊക്കെ കാണിച്ച് പെരുമാറാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്നത് നഴ്സിംഗ് ഹോമിലാണ്. അപ്പൊ പ്രായമായവരെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറച്ചധികമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കൂടുതലായിട്ട് ഈശോയുടെ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ ആ സഹനങ്ങൾ ഈശോ ഒരു ബോധ്യം തരുമായിരുന്നു. ഞാൻ അനുഭവിക്കാത്ത ഒരു സഹനവും നിനക്ക് അനുഭവിക്കാനായിട്ട് ഞാൻ നിന്നോട് പറയുന്നില്ല. എല്ലാത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടാണ് നിന്നെ അതിലൂടെ കടത്തി വിടുന്നത് എന്നുള്ളത്. സഹനങ്ങളാണ് നമ്മളെപ്പോഴും ഈശോയിലേക്ക് കൂടുതൽ കാരണം കുരിശുമരണം ഏറ്റവും വലിയ സഹനമല്ലായിരുന്നു. നമ്മളെല്ലാം പിടിച്ച് അങ്ങടേക്ക് ആകർഷിക്കുന്ന അതൊരു കാന്തിക ശക്തിയല്ല അതിന്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു രീതിയിൽ പിന്നീട് എല്ലാവരോടും പെരുമാറാനൊക്കെ ഉള്ളതും എന്നെ തന്നെ മാറ്റാനൊക്കെ ഉള്ള ഒരു കൃപ ഈശോ കൂടുതലായിട്ട് നൽകിയ അവസരങ്ങളായിരുന്നു അത്. ശരിക്കും മീൻസ് ഈശോ നമ്മളെ മാൾട്ടയിൽ വെച്ച് ഇങ്ങനെ ഒരുക്കുകയായിരുന്നു. ഒരു രൂപാന്തരീകരണം തന്നെ തന്ന് മാൾട്ടയിൽ നിന്ന് നമ്മൾ അയർലൻഡിലേക്ക് കൊണ്ടുവന്നു. തീർച്ചയായിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കിട്ടിയ ഒരു അനുഗ്രഹം എന്നോണം രോഗികളുടെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കാനും അല്ലെങ്കിൽ അവരോട് ഭയങ്കര ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ ഒരു മനോഭാവമായിരുന്നു. വേഗം പണിയെടുത്ത് തിരിച്ചു വരിക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ളതായിരുന്നു. ഇപ്പൊ അവരുടെ കൂടെ ഇരിക്കാനും അവരെ കേൾക്കാനും ഈശോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എങ്കിലും അവരോട് പറഞ്ഞു കേൾപ്പിക്കാനും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും നിങ്ങളൊരു ബിലീവറാണോ, വിശ്വാസിയാണോ എന്ന് ചോദിക്കും. ഞാൻ ഒരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ട്. അത് കാരണം ആദ്യ കാലങ്ങളിൽ ഇപ്പം കുറച്ചൊക്കെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഇപ്പോഴത്തെ ജനറേഷൻ വഴിവിട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മളിലൂടെ അത് അവിടെ രൂപീകരിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലും പകർന്നും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പം.
എനിക്കും ഞാൻ അയർലൻഡിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ. പക്ഷെ അതിക്ക് മുന്നിലൂടെ കുറച്ച് സ്ട്രഗിളൊക്കെ ഈശോ തന്നു. ആ സമയത്താണെങ്കിലും ഞാൻ എക്സാം എഴുതിയ സമയത്ത് ഈശോനോട് ഞാൻ ചോദിച്ചത്, ഈശോയെ ഞാൻ ഏത് നാട്ടിൽ നിൽക്കാനാണോ നിനക്ക് ആഗ്രഹം, ആ ഒരു സ്കോർ നൽകി എനിക്ക് അനുഗ്രഹിക്കണേ എന്നാണ് ഞാൻ ഈശോനോട് പറഞ്ഞത്. അപ്പോൾ ഈശോ എനിക്ക് തന്നത് അയർലൻഡ് സ്കോറായിരുന്നു. അങ്ങനെയാണ് ഞാൻ മാൾട്ടയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ പോന്നിട്ടാണെങ്കിലും ഒത്തിരി ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു എനിക്ക്. കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു. എത്താൻ പറ്റുമോ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റി ഞാൻ വീണ്ടും എക്സാം എഴുതാമെന്നുള്ള ഒരു കണ്ടീഷനിലെത്തി. ക്ലബിംഗ് ഓപ്ഷൻ അപ്പോൾ അത് എന്നോട് എല്ലാവരും പറഞ്ഞു, വീട്ടിലൊക്കെ അങ്ങനെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എഴുതണോ വേണ്ടേ, ഡേറ്റ് എടുക്കാം, ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം ഞാൻ അയർലൻഡിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിലും എനിക്ക് എല്ലാവരും എഴുതാൻ പറഞ്ഞപ്പോൾ തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു, ഈശോനോട് പറഞ്ഞത് ഇങ്ങടേക്ക് പോരാനല്ലേ, ഞാൻ ഇനി വീണ്ടും എഴുതിയിട്ടുണ്ടെങ്കിൽ ഈശോനെ ചോദ്യം ചെയ്യുകയല്ലേ, ആ ഒരു ചിന്തയൊക്കെ ആയിരുന്നു എനിക്ക് ആ സമയത്ത് വന്നത്. ഈശോ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ ഞാൻ നിനക്ക് മുന്നേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ കൊടുക്കുകയും ചെയ്യും, ഇതേപോലെ ചെയ്ത് ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് ഈശോ വചനത്തിലൂടെ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ അനർത്ഥമാക്കിയതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഒത്തിരി നന്ദിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അയർലൻഡിൽ വന്ന് ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ അവരോട് കൂടെ അവിടെയുള്ള റെസിഡൻസിനോടൊക്കെ കൂടെ നന്നായിട്ട് പെരുമാറാനും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. വന്നതിൻ്റെതായിട്ടുള്ള സ്ട്രഗിളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകുന്നുണ്ട്, സഹനങ്ങളിലൂടെ. പക്ഷെ ആ സമയത്തും വിട്ടുപോകാതെ ഈശോ നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, ചേർത്ത് പിടിക്കാണ്, ഒരു അനുഭവമാക്കി മാറ്റും. തീർച്ചയായിട്ടും ആ ഒരു ബോധ്യത്തിലൂടെ കടന്നു പോകാനൊക്കെ ഉള്ള നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അഞ്ജു, ഇത്രയും നാളെ നമുക്ക് ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിച്ചാലോ? സ്നേഹി ഈശോയെ, ഈ നിമിഷം വരെ ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിനുള്ളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും ലോകമൊക്കെയും സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ നഴ്സുമാരുടെ ജീവിതത്തിൽ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പകരമായി നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തു സാക്ഷ്യമായി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.